രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. സർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെയാണ് CPM ഇത്തരത്തിൽ വ്യാപക ആക്രമണം ജനങ്ങളുടെ അഴിച്ചുവിടുന്നത്. ഇതിന് യാതൊരു നിയന്ത്രണവുമില്ല. ആക്രമണങ്ങൾ പാർട്ടിയുടെ ഒത്താശയുടെ ഫലമായി ആണ് നടക്കുന്നതെന്നാണ് പലപ്പോഴും പല വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നത്. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. CPM എന്ന് പറഞ്ഞ ആ ഒരു കാബാലിക പാർട്ടിയുടെ സ്ഥിരം ഏർപ്പാടാണിത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാനവികതയും മനുഷ്യത്വവും പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുവാളെടുക്കും. ഇത് എത്രയോ കാലമായി നമ്മൾ കേരളത്തിലും ഈ CPM-ന് സ്വാധീനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അവർക്ക് ഇത് വളരെ ആസൂത്രിതമാണിത്. അതായത് പെട്ടെന്നുണ്ടായ തോൽവി കാരണം ഉണ്ടായ ആ ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്തുനിന്നുള്ളതല്ല ഇത്. ഇത് ശരിക്കും ജനങ്ങളെ ഭീതിയിൽ നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്താ, ഞങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുത്തന്റെ തല കാണില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പോ 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് വരികയാണ്, അസംബ്ലി ഇലക്ഷൻ വരികയാണ്. ആ അസംബ്ലി ഇലക്ഷനിലേക്കുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇത്. ഇവരുടെ സ്വാധീന മേഖലകളിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തില് ഇവർക്ക് ഇത്തവണ 2 മുനിസിപ്പാലിറ്റികളില്, 1 2 മുനിസിപ്പാലിറ്റിയിൽ എതിരില്ലാതെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. എതിരില്ലാതെ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണത്? അവിടെ നോമിനേഷൻ കൊടുക്കാൻ ആൾക്കാർക്ക് ഭയമാണ്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. കാര്യം, നോമിനേഷൻ കൊടുത്തേക്കാതെ ഇലക്ഷൻ മത്സരിക്കുക. പക്ഷെ അതിനുശേഷവും ഇവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവർ വെച്ചേക്കില്ലെന്ന് കൊന്നു കളയും, ജീവിതം കോഞ്ഞണ്ടാക്കി കളയും. എന്തിനാ അതിന് പോകുന്നത്? വേണ്ട. ആ ഭീഷണിയുടെ പുറത്താണ് ഈ കണ്ണൂർ പല സ്ഥലങ്ങളിലും ഈ CPM എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത്ര ഭീകരമായ ഒരവസ്ഥയാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ CPM-ന്റെ സ്വാധീന മേഖലകളിൽ നിലനിൽക്കുന്നത്. ഇത് നമുക്ക് പുതിയ വാർത്തയോ പുത്തരിയോ ഒന്നുമല്ല. എത്രയോ കാലമായി അവരുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമാണെന്ന് ഇത്. അല്ലാതെ ഇത്ര ധൈര്യമായിട്ട് വടിവാളും കൊണ്ട് ഇറങ്ങി ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിൽ ഇത്ര ധൈര്യമായിട്ട് അവർ കഴിഞ്ഞാടാൻ ധൈര്യം കിട്ടുന്നുവെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഭരണത്തിന്റെ ഭാഗത്തുനിന്നും പിന്തുണ ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? ഇത് ഒരു ചുക്കും സംഭവിക്കില്ല. ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, ഇവിടെ നീ ക്യാമറയിലെടുത്തോ ഫോട്ടോ എടുക്കോ എന്ത് വേണേ ചെയ്തോ, ഒരു ചുക്കും ചെയ്യില്ല എന്ന ആ ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ കിട്ടുന്നു? അതിന് കാരണം വളരെ സിമ്പിളാണത്. ഇത് പാർട്ടി പരിപാടിയാണത്, അവരുടെ പാർട്ടിയുടെ അജണ്ടയാണിത്. ഇത് നമുക്കിപ്പം ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ, മാത്രം ചർച്ച ചെയ്യുന്നു. 10 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കുന്ന നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളൊക്കെ. തീർച്ചയായും ഈ പറയുന്നത് പോലെ തന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മേനോട് എന്നുള്ള പറയുന്ന ചൊല്ലുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയാണ്. കാരണം ചെറിയ എന്താ പറയുക യുവാക്കളാണ് ഇങ്ങനെ വടിവാളും ഭീഷണി സ്വരവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത്രത്തോളം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ നാടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. കൊച്ചുകുട്ടികൾ പോലും ഇത് കണ്ടാണ് വളരുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെയൊക്കെ എപ്പോഴും ഒരു സേഫായിട്ട് വെക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയല്ലേ? നോക്കൂ, നമ്മൾ ഇത് ഒരു തോൽവിയിലുണ്ടായ ഫ്രസ്ട്രേഷൻ കാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, അത് ഒരു വൈകാരികമായ പൊട്ടിത്തെറിക്കലല്ല. ഇത് ആസൂത്രിതമാണ്, കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അതിനെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുമ്പം അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇത് വെൽ പ്ലാൻഡ് ആണ്, കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒരു സംശയം, ഇതേപോലെ ഭൂരിപക്ഷത്തോടെ LDF വിജയിച്ചാലും ഈ ഒരു രീതി തന്നെ തുടരും എന്ന് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കും? അത് തന്നെ ഇപ്പൊ ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിലും ഇത് തന്നെ ഇവിടെ സംഭവിക്കുമായിരുന്നു. കാര്യം ഇങ്ങനെ മനുഷ്യരെ ഭയപ്പെടുത്തിയാണ് ആ ഭയത്തിന്റെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ആ ഭയം ഇന്നാണ് ഇവർ വളരുന്നത്. ഇവർക്ക് ഒന്നാമത്തെ കാര്യം, ഈ ഭീരുക്കൾ മാത്രമേ ഇത്രയും ക്രൂരത കാണിക്കുകയുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവർ അടിസ്ഥാനപരമായി ഭീരുക്കളാണ്.
ഇവർക്ക് യാഥാർത്ഥ്യത്തിനെ നേർക്ക് നേരെ നിന്ന് അതിൻ്റെതായ രീതിയിൽ ആ സ്പിരിറ്റിൽ നേരിടാൻ ഇവർക്ക് അറിയില്ല. ഇവർക്ക് അവരുടെ ബ്ലഡിലുള്ള സാധനം അല്ല ഇത്. അവർക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ. അങ്ങനെ പേടിച്ചും പേടിപ്പിച്ചും ഭയത്തിൻ്റെതായ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നിന്ന് മുതലെടുത്ത്, അതായത് സെപ്റ്റിക് ടാങ്കിലെ പുഴുക്കളെ പോലെ ആ ദുർഗന്ധം തിന്ന് ജീവിക്കുന്ന പിശാചിന്റെ സന്തതികളാണ് ഇവർ. അവരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അവർക്കതേ കഴിയുള്ളൂ. അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു സ്വഭാവമാണിത്. ശരി സർ, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.